നമസ്കാരം, ക്യുനൈറ്റ്സ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു അവതാരണ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയലുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 1 കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ ടൂളുകളും വരുന്ന പുതിയ അപ്ഡേറ്റുകളൊക്കെ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ ട്യൂട്ടോറിയൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതൊക്കെ ചെക്ക് ചെയ്യുക. ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ, ഉപകാരപ്പെടും തോന്നുകയാണെങ്കിൽ മറ്റുള്ള ആൾക്ക് ഷെയർ ചെയ്യുക കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഹേജൻ എന്നൊരു ടൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഹേജൻ? നമുക്ക് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളില്ലാത്ത സമയത്ത് ഒരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബ്രാൻഡിങ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പകരം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അവതാരണ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, നിങ്ങളെ പോലെ രൂപം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ രൂപത്തെ പണിയെടുപ്പിക്കുന്ന ലെവലിൽ, അല്ലെങ്കിൽ വീഡിയോകൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ലെവലിൽ അദ്ദേഹത്തെ പണിയെടുപ്പിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് AI ടൂളാണ് ഹേജൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എപ്പോഴത്തെയും പോലെ ഗൂഗിളിൽ എന്ത് ചെയ്യാം? ഹേജൻ എന്ന് നമുക്കൊന്ന് ഹേജൻ HEYGEN ഹേജൻ എന്നാണ് നമ്മുടെ ടൂളിന്റെ പേര്. നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ പറ്റും ഹേജൻ ക്രിയേറ്റ് AI വീഡിയോ ഇൻസ്റ്റന്റ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ടൂള് എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഹേജൻ ഇസ് എൻ generative artificial intelligence company that create photorealistic avatars via user submitted photos. നമുക്ക് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവതാറുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഹേജൻ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റിൽ നമ്മൾ കയറി നോക്കുകയാണ്. ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ഫ്രീ യുവർ സ്റ്റോറി AI വീഡിയോ ജനറേറ്റർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. AI വീഡിയോസ് നിർമ്മിക്കാൻ പറ്റും, നമ്മുടെ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയും ആളുകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെയിൽ ID ഉണ്ടെങ്കിൽ മെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു. ഞാൻ എൻ്റെ മെയിൽ ID വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. എന്താണെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ലോഗിൻ ആകുന്നുണ്ട്. ലാസ്റ്റ് യൂസ്ഡ് മുൻപ് ഞാൻ ഇത് വെച്ചിട്ട് വീഡിയോസ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാമ്പിൾസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു AI അവതാർ വെച്ചിട്ട് വീഡിയോ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹേജൻ എന്ന ടൂളാണ് ഉപയോഗിക്കുന്നത്. ഹേജനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ ജസ്റ്റ് ഇവിടെ ഹോം ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്, വീഡിയോ ഏജന്റ് ഉണ്ട്, ബീറ്റ വേർഷൻസ് ഉണ്ട്, അവതാറുകളുണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്രിയേറ്റിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് എ വീഡിയോ എന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യ വീഡിയോ എന്നുണ്ട്, വീഡിയോ ഏജന്റ്, ക്രിയേറ്റ് AI സ്റ്റുഡിയോ, ഫോട്ടോനെ നമുക്ക് വീഡിയോ ആക്കി മാറ്റാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. അപ്പം നമുക്ക് അവതാർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ്, ഫോട്ടോനെ നമുക്ക് വേണമെങ്കിൽ വീഡിയോ ആക്കി മാറ്റാം. അപ്പം നമ്മുടെ ഫോട്ടോസ് ഇൻസേർട്ട് ചെയ്തിട്ട് അതിനെ വീഡിയോ ആക്കി മാറ്റണം, അങ്ങനെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിയേറ്റിൽ പോകുന്നു. വീഡിയോ ഏജന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോ ഏജന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്ഫോം എനി ഐഡിയ ഇൻടു കമ്പലിംഗ് വീഡിയോ. നമുക്ക് ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ ആക്കിയിട്ട് മാറ്റും എന്നുള്ളതാണ്. സിംപ്ലി ഡിസ്ക്രൈബ് വാട്ട് യു ആർ ഇമേജിനിങ് ആൻഡ് വി വിൽ ട്രാൻസ്ഫോം ഇൻടു എ മൾട്ടി സീൻ ടോക്കിംഗ് വീഡിയോ ഇൻ ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട, ഇവിടെ ഒരു അവതാരണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു അവതാരണം സെലക്ട് ചെയ്തിട്ട് അവതാരണം മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇവിടെ അസെറ്റ് എന്നുള്ളതിന്റെ ലെഫ്റ്റ് സൈഡിൽ പോയി അവതാസ് കാണാൻ പറ്റും. അവിടെ അവതാസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. നിലവിൽ ഇവർ തരുന്ന തന്നെ അവതാരണം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കുറച്ച് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട്, ഇത് എൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം അല്ലേ. ക്രിയേറ്റ് ന്യൂ എന്നുള്ളടത്ത് നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു എൻ്റെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, വീഡിയോ എടുക്കാൻ പോവാണ്. പ്ലീസ് റെക്കോർഡ് എ ക്വിക്ക് വീഡിയോ റീഡിങ് ഫോളോയിങ് ദ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേൺ ഓൺ മൈക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൈക്കൊക്കെ ഒന്ന് ഓൺ ആക്കി അലോ ദിസ് ടൈം കൊടുത്തു. ഓക്കെ, എൻ്റെ ലാപ്ടോപ്പിൻ്റെ ക്യാമറ അത്ര ക്ലിയർ ഒന്നുമല്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് വിയ വെബ് ക്യാം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ HD യൂസർ ഫേസിങ് മൈക്രോസോഫ്റ്റ് ഓൺ ആണ്. സ്റ്റാർട്ട് റെക്കോർഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെക്കോർഡിംഗ് ഓൺ ആക്കുമ്പോൾ ഇവിടെ സ്ക്രീനിൽ ഒരു സ്ക്രിപ്റ്റ് കാണും, അത് വായിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുത്തു. എന്താണ്
പറയുന്നത് നോക്കാം. കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 7 Agent 2 ഫിനിഷ് റെക്കോർഡിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 6 സെക്കൻഡിന്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഫിനിഷ് റെക്കോർഡിംഗ് കൊടുത്തു. നമ്മൾ 7 Agent 2 ഫിനിഷ് റെക്കോർഡിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നല്ല ക്ലിയറുള്ള ക്യാമറ ആയിരിക്കും പെർഫെക്റ്റ് ആകുക. അപ്പോൾ ഇതെന്താണെന്നുള്ള നമുക്ക് നോക്കാം. മേക്കിംഗ് ഷുവർ യുവർ കൺസെന്റ് ഈസ് വാലിഡ്. ദിസ് വിൽ ടേക്ക് 30 to 60 സെക്കൻഡ്. നമ്മളെ കൺസെന്റ്, നമ്മളെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളെ കൺസെന്റ് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നൊരു സംഗതിയാണ് നമ്മളെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട്. അപ്പോൾ ഞാനത് കൊടുത്തു. ഇറ്റ്സ് ടേക്കിംഗ് 30 to 1 മിനിറ്റ് വരെ എടുത്തേക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വെരിഫൈ ആയിട്ടുണ്ട്. അവതാർ ഈസ് വെരിഫൈഡ്. നമ്മൾ അവതാറിനെ വെരിഫൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഡൺ കൊടുത്തു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ തന്നെയാണെന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാൻ വെരിഫൈ ചെയ്ത്, ഞാൻ ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ന്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ. ഇപ്പം നിങ്ങൾ പുതുതായിട്ട് വരികയാണെങ്കിൽ സ്റ്റാർട്ട് ഫ്രം വീഡിയോ എന്നുള്ളതുണ്ട്. സ്റ്റാർട്ട് ഫോട്ടോസ് വെച്ചിട്ട് അവതാരണം ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ വെച്ചിട്ട് അവതാരണം. അപ്പം നമ്മുടെ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അവതാരണം ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടും അവതാരണം ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കും കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. സ്റ്റാർട്ട് വീഡിയോ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ Want to create an instant or lifestyle avatar with HeyGen? Here's how to film it right. Choose a background that is quiet and well lit. Depending on what equipment you have available, you can shoot your avatar with your professional camera, a webcam, or your phone. For your camera, we recommend an aspect ratio of either 16:9 horizontal or 9:16 vertical. For the best results, record in 4K 30 fps, but high definition 1920x1080 is also acceptable. For smartphone record, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡക്ഷൻ അതുപോലെ റൈറ്റ് എക്യുപ്മെന്റ്സ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെയാണ് പോസ് ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇതിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് മുൻപ് നിങ്ങൾ കണ്ടിട്ടുള്ള ഈ കാണുന്നത്. ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അത് വെരിഫൈ ചെയ്തും കൂടി ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അവതാരണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്തു. choose an identify to customer with a new style and scene. ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. Hey, Sawad KT, entrepreneur. Your hyper-realistic avatar is ready. Try creating videos with it. Also, click the feedback button to share what you think. Hope you enjoy. എൻ്റെ അവതാർ റെഡി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. Hey, Sawad KT, entrepreneur. Your hyper-realistic avatar is ready. Try creating videos with it. Also, click the feedback button to share what you think. Hope you enjoy. ഓക്കെ, അപ്പോൾ എൻ്റെ അവതാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ അവതാറിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് വിത്ത് AI സ്റ്റുഡിയോ എന്ന് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. Hey, Sawad KT, entrepreneur. Your hyper-realistic avatar is ready. Try creating videos with it. Also, click the feedback button to share what you think. Hope you enjoy. ഓക്കെ, ക്രിയേറ്റ് വിത്ത് AI സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ അവതാർ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അവതാർ ഇവിടെ സെറ്റാണ്. അപ്പോൾ എനിക്കിത് വെച്ചിട്ട് AI സ്റ്റുഡിയോ എന്നുള്ള ഏജൻറ് ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി എൻ്റെ വീഡിയോ വെച്ചിട്ട് അവതാരണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിൻ്റെ അവതാറാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇതിന് ഞാൻ ഇവിടെ എന്ത് സ്ക്രിപ്റ്റ് കൊടുക്കുന്നോ അതെന്ത് ചെയ്യും, ഈ അവതാർ പറഞ്ഞു തരുന്നതാണ്. ഓൾറെഡി എൻ്റെ വീഡിയോ ഇവിടെ കൊടുത്തു, എൻ്റെ ഇവിടെ സ്ക്രിപ്റ്റ് കൊടുക്കുന്ന ഈ അവതാർ പറയുന്നുള്ളതാണ്. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് വേണം എനിക്ക്. അപ്പം അതിന് വേണ്ടി ഞാൻ എന്താണ് ജസ്റ്റ് ChatGPT ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഇന്നൊരു ട്യൂട്ടോറിയൽ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് വേണം എന്ന് ChatGPT പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഞാനൊക്കെ ഹേജനിൽ ഇട്ട് നോക്കാം നമുക്ക്. ഓക്കെ, need a script for 30-second വീഡിയോ ആണ് നിർമ്മിക്കുന്നത് കേട്ടോ. 30-second reel about high demanding
കോഴ്സസ് ലിസ്റ്റ് ഇൻ 2025 ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സിന്റെ ലിസ്റ്റ് പറയുന്ന ഒരു റീലിന്റെ സ്ക്രിപ്റ്റ് വേണമെന്നാണ് ഞാൻ ChatGPT-നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു 30 സെക്കൻഡ് സ്ക്രിപ്റ്റ് ChatGPT തന്നെ തയ്യാറാക്കി തരുന്നുണ്ട്. വോയിസ് ഓവർ കാണിക്കുന്നുണ്ട്. 2025 ഏറ്റവും ഡിമാൻഡ് കൂടിയ കോഴ്സുകൾ വേണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് AI ഇട്ട് കൊടുക്കാം, അതായത് എൻ്റെ അവതാരം ഇട്ട് കൊടുക്കാം. അവളുടെ അവതാരം നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ AI സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് കൊടുത്തു, എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്താണ് കേൾക്കുന്നത്? ഇത് ഇംഗ്ലീഷിലാണ് ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ ഇംഗ്ലീഷിൽ നമുക്ക് മലയാളത്തിൽ കിട്ടണമെങ്കിൽ മലയാളം കൊടുക്കാവുന്ന ലാംഗ്വേജ് ഇപ്പോൾ ഇംഗ്ലീഷാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ഇംഗ്ലീഷിലായതുകൊണ്ടാണ് ഈ മലയാളം കറക്റ്റ് റീഡ് ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഒന്ന് മാറ്റി നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഇവിടെ സവാദ് KT എൻ്റെ ഇതുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ട്രൈ വോയിസ് ആക്സെന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ആക്സെന്റ് ഒറിജിനൽ ആക്സെന്റ് ആണ്. ഇവിടെ ഏത് ഭാഷയിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് ഇവിടെ മലയാളം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തപ്പോൾ എൻ്റെ ആക്സെന്റ് മലയാളത്തിൽ കൊടുത്തിട്ട് ഇന്ത്യൻ ആക്സെന്റ് ആണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അവൈലബിൾ ആണ്. മലയാളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ 2025 ഏറ്റവും ഡിമാൻഡ് കൂടിയ കോഴ്സുകൾ വേണമോ? 2025 ഏറ്റവും ഡിമാൻഡ് മലയാളം റീഡ് ചെയ്തിട്ട് മലയാളം ആക്സെന്റ് കൊടുത്തു, മലയാളത്തിൽ റീഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഞ്ഞത് നമുക്ക് ജനറേറ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ അവതാർ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കും സ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. ദാറ്റ്സ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ്, റൈറ്റ്? അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഡിമാൻഡിങ് കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് സൈബർ സെക്യൂരിറ്റി ആണ്, 2 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേഷൻ ആണ്. ChatGPT തരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതന്നെ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് ടോട്ടൽ 5 സൈബർ സെക്യൂരിറ്റി കോഴ്സിനെ കുറിച്ച് നമ്മൾ എന്താണ് സ്ക്രിപ്റ്റ് ഒറ്റയടിക്ക് കൊടുക്കുകയാണ്. ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ ആ ലെവലിൽ എന്ത് ചെയ്തു, ഇതിൽ ആവശ്യമില്ലാതെ നമുക്ക് അങ്ങനെ നോക്കാം. അത് പ്ലേ ചെയ്ത് നോക്കിയാൽ എന്താണ് വരിക, സ്ക്രിപ്റ്റ് എന്താണ് കൊടുക്കുക അതിനനുസരിച്ചേ വരുള്ളൂ. 1 മിനിറ്റും 18 സെക്കൻഡും ഓൾമോസ്റ്റ് ഉണ്ട് ഈ വീഡിയോ അല്ലേ. 1 മിനിറ്റ് 21 സെക്കൻഡ് ഉണ്ട്. 2025 ഏറ്റവും ഡിമാൻഡ് കൂടിയ കോഴ്സുകൾ വേണമോ? സൈബർ സെക്യൂരിറ്റി വിഷ്വൽസ് ഹാക്കിംഗ് ടെർമിനൽ വോ. നമ്പർ 1 സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ്. ടോപ്പ് സാലറി, ടോപ്പ് ഡിമാൻഡ്. 5-8 സെക് ഐ ടൂൾസ് റോബോട്ട്സ് ഓട്ടോമേഷൻ. നമ്പർ 2 എന്റെ സൗണ്ടിൽ എന്ത് ചെയ്ത് പ്ലേ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്ന് ഇത് ജസ്റ്റ് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ രൂപത്തിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്തപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാരണം സ്ക്രിപ്റ്റ് ആണ് കൊടുത്തത്. അപ്പോൾ സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. നമ്പർ 1 ഉണ്ട്, അതുപോലെ നമ്പർ 2 ആവശ്യമുള്ള മാത്രം മതി. ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളയാം. 30 സെക്കൻഡിലുള്ള ഓക്കെ, അതായത് സ്ക്രിപ്റ്റ് ChatGPT-നോട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ വിഷ്വൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ടെക്സ്റ്റ് എന്ത് കൊടുക്കണം എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. ഓക്കെ, നമ്പർ 5 എന്നുള്ളത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആണ്, ഡിമാൻഡിങ് സ്കില്ലിൽ വരുന്നത്. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളത് വേറൊരു സ്കില്ലാണ്. അപ്പം മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള സ്കില്ലുകൾ ലിസ്റ്റ് ചെയ്തിട്ട് ChatGPT നമുക്ക് തന്നു. അതിന് നമ്മളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അതിനൊരു ഏജൻ വെച്ചിട്ട് നമ്മൾ ഒരു അവതാരണ ക്രിയേറ്റ് ചെയ്തു. അവതാരണ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു തരാണ്. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ജസ്റ്റ് സാമ്പിൾ ആണ്, ജസ്റ്റ് റോ പോലെയാണ് ചെയ്യുന്നത്. ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് ഞാൻ ഫുൾ സെറ്റായിട്ട് ചെയ്യുന്നതല്ല, ജസ്റ്റ് മറ്റേ ഇൻസ്റ്റന്റിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാണ്. ഓക്കെ, കിനേറ്റ്സ് ഒക്കെ ഏതും പഠിക്കുന്നൊക്കെ 49 സെക്കൻഡ് ഒരു വീഡിയോ ആണ് ഇത് വേണ്ടത്. അപ്പോൾ ലാസ്റ്റത്തെ അപ്പോൾ 2025 ഏറ്റവും ഡിമാൻഡ് കൂടിയ കോഴ്സുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ്. സ്ക്രിപ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തു, എന്നിട്ടൊന്ന് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ഇറ്റ്സ് ടേക്കിംഗ് ടൈം. 2025 ഏറ്റവും ഡിമാൻഡ് കൂടിയ കോഴ്സുകൾ. നമ്പർ 1 സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ്. ടോപ്പ് സാലറി, ടോപ്പ് ഡിമാൻഡ്. നമ്പർ 2 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓട്ടോമേഷൻ.
Every company needs a talent. Number 3, data science analytics. That is the new oil. Number 4, cloud computing. Oz, Azure, Gap എല്ലാം. Number 5. ഇതിൽ നമ്പർ 1 നമ്പർ 2 എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ Number 6, digital marketing is mastery. Businesses can't survive without it. Number 7, UX design, creativity, hey pay and career. ഇത് ജസ്റ്റ് ഫോർ എ സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് വാട്ട് യു ഹാവ് ടു ഡു ഈസ് ജനറേറ്റ് എന്നുള്ളതാണ്. ഇത് പ്രിവ്യൂ ആണ്, ഡാറ്റ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. 2025 ഏറ്റവും ഡിമാൻഡ് കൂടി അതാണ് ഇത്. ഒരു അവതാർ പോലെ നമുക്ക് ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുന്നു. ലെറ്റ്സ് അപ്പോൾ നമുക്ക് ജനറേറ്റ് കൊടുക്കുമ്പോൾ ടൈറ്റിലിന് വീഡിയോ 2025 കോഴ്സസ് എന്ന് കൊടുത്തു. ഇതിന്റെ റെസൊല്യൂഷനും കാര്യങ്ങളും കൊടുക്കാം. ഫ്രീ വെർഷൻ ഉണ്ട്, പെയ്ഡ് വെർഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലിമിറ്റഡ് യൂസേജ് ഉണ്ടാവും, വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുത്തു. അപ്പം അപ്ഡേറ്റ് അൺലോക്ക് ദിസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്ഡേറ്റ് ക്രിയേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അത് വേണ്ട. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ക്രോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഏജന്റ് വാട്ടർമാർക്ക് ഒഴിവാക്കണമെങ്കിൽ ഇത് വേണം. നമുക്ക് വാട്ട് ഈസ് എ പ്രോബ്ലം, ഫ്രീ വേർഷനിൽ നമുക്ക് കിട്ടുന്നതിന് നോക്കാം. ചൂസ് അവതാർ അൺലിമിറ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫ്രീ വെർഷൻ തന്നെ അവൈലബിൾ ആകാൻ പറ്റി. ഓക്കെ, അവതാറിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ. അപ്പോൾ റെക്കമെൻഡേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ്. അപ്പോൾ നമുക്ക് 9/10 കൊടുക്കാം അല്ലേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എൻ്റെ വീഡിയോ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനറേറ്റ് എങ്ങനെ ഔട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ നമുക്ക് അപ്പോൾ വീഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, യെസ്, വീഡിയോ ഇസ് റെഡി. എൻ്റെ അവതാർ ഞാൻ കൊടുത്ത സ്ക്രിപ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യാണ്. 2025 ഏറ്റവും ഡിമാൻഡ് കൂടിയ കോഴ്സുകൾ. നമ്പർ 1, സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ്. കണ്ടോ നിങ്ങളെ, ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ആംബിയൻസിലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റുഡിയോയിലായി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഈ അവതാർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വിചാരിക്കും. അപ്പോൾ ഇതിൽ മറ്റുള്ള ഫീച്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫോട്ടോസ് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോസ് പലതരം ആംഗിളിലുള്ള ഫോട്ടോസ് ജനറേറ്റ് ചെയ്തൊന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവതാരണം നിങ്ങളുടെ ക്ലോണിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ തന്നെ AI വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയിട്ട് അതിന് വ്യത്യസ്ത വിഷ്വൽസ് കൊടുത്തിട്ട് അതിനെ നിങ്ങൾക്ക് AI അവതാറാക്കിയിട്ട് മാറ്റാൻ പറ്റും. അശ്വതി അച്ചു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരൊക്കെ ഈ രൂപത്തിലൊക്കെ എടുക്കാവുന്നതാണ്. അവരെ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോയും ബ്രാൻഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് യൂസ് കേസിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇതിൻ്റെ പേയ്മെൻറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേയ്മെൻറ്റ് വരുന്നുള്ളൂ. മന്ത്ലി $29 ബേസിക് ഫീച്ചർ വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു അവതാർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് വീഡിയോ ഉണ്ടാക്കാം എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഹേജൻ ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, എന്നുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ടിപ്സിന് വേണ്ടിയിട്ടും ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. 1 കോടി ജനങ്ങളോട് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ എത്തിക്കുന്നതിൻ്റെ ഭാഗമാകാൻ നിങ്ങളോട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്.